ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ പത്തനംതിട്ടയിൽ നടക്കുകയാണ്. അതായത് പത്തനംതിട്ടയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് 116 കുടുംബങ്ങൾ CPIM-ൽ ചേർന്നു. കോൺഗ്രസ്, BJP തുടങ്ങിയ പാർട്ടികളിൽ നിന്ന് ചെങ്കൊടി തണലിലേക്ക് എത്തിയവരെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഞായറാഴ്ച 116 കുടുംബങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ബന്ധം ഉപേക്ഷിച്ച് CPM-ൽ ചേർന്നത്. കോന്നി പയ്യനാമണ്ണിൽ 52 കുടുംബങ്ങളും കുളനടയിൽ 15-ഉം അടൂർ ഏറത്ത് 42 കുടുംബങ്ങളുമാണ് ചെങ്കൊടി തണലിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെയും BJP-യിലെയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയാണ് CPM-ൽ ചേർന്നത്. സമകാലിക രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തേക്ക് എത്തുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളും കേന്ദ്ര ഗവൺമെൻറ് തകർക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ദുർബലപ്പെടുത്തുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്നു, എല്ലാ നന്മകളുമാണ് രാജ്യത്ത് തകർക്കുന്നത്. അതിന് സഹായകരമായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസും BJP-യും സാധാരണ ജനങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ കോൺഗ്രസും BJP-യും വിട്ട് CPM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് CPIM. കോൺഗ്രസ് പാർട്ടി വിട്ട് സാധാരണക്കാരന്റെ പാർട്ടിയെ CPM-ൽ പാർട്ടിയിൽ ചേർത്താൻ തീരുമാനിച്ചു. ഈ പാർട്ടിയായിട്ടാണ് നമുക്ക് നല്ല സഹകരണവും കാര്യങ്ങളുമല്ല. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയായതുകൊണ്ട് CPM-ലേക്ക് വന്നത്. ആഴ്ചകൾക്ക് മുമ്പാണ് മുൻ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ബാബു ജോർജും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും CPIM-ൽ ചേർന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പ്രമുഖ നേതാക്കൾക്കൊപ്പം പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടി വിടുന്നത് UDF ക്യാമ്പിൽ കനത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.